ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് വൺ ഓഫ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഫർണിച്ചർ റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള ഐക്കയിലേക്കാണ്. സോ ഇന്ന് എൻ്റെ ഒപ്പം താഷിയുണ്ട്. താഷിനെ ഓൾറെഡി കണ്ടിട്ടുള്ളവരുണ്ടാവും എൻ്റെ മുന്നത്തുള്ള വീഡിയോസിൽ. എനിക്കും താഷിക്കും റൂമിലേക്ക് ഒരു കുഞ്ഞ് ടേബിളും ചെയറും വാങ്ങാനായിട്ട് വന്നതാണ്. പക്ഷേ ഒരു ഷോപ്പിലേക്ക് വന്ന് സാധനം പിക്ക് ചെയ്യുന്ന പോകുന്ന റുട്ടീന് പകരം ഇവിടെ വന്നിട്ടുള്ള ഇവിടുത്തെ സെറ്റപ്പുകൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ്ഡായി. നല്ല ക്ലാസി ആയിട്ടുള്ള കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസിൽ കിട്ടുമ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ടെൻഡൻസി കൂടുന്നതിൽ ഒരു തെറ്റും പറയാനില്ല. എനിക്ക് ഡെക്കറേഷനും പരിപാടികളോടും കൂടി പണ്ടേ ഒരു ഇൻട്രസ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു ബോറടിയും തോന്നിയില്ല കേട്ടോ. സാധനങ്ങൾ നിരത്തി വെച്ചത് ഞങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ഈ സാധനം വാങ്ങിക്കൊണ്ട് വെക്കാൻ പറ്റുക അതിൻ്റെ എല്ലാ പോസിബിൾ വേസും അവർ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാധനം വാങ്ങുമ്പോൾ ഇത് വേണോ വേണ്ടായോ എവിടെ കൊണ്ട് വെക്കും എന്നൊരു കൺഫ്യൂഷനെ ഉണ്ടാക്കുന്നില്ല. എല്ലാത്തിനുള്ള സൊല്യൂഷൻ അവർ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളാണ്. ടോപ്പ് ഫ്ലോർസിൽ അവർ ഡിസ്പ്ലേ മൊത്തം വെക്കുകയും താഴത്തെ ഇതിൽ മാർക്കറ്റ് പോലെ എടുത്ത് നമുക്ക് വേണമെങ്കിൽ പിക്ക് ചെയ്യാൻ സാധനങ്ങൾ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. നാട്ടിലും പല സിറ്റീസിൽ ഐക്യമുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു 1 day സ്പെൻഡ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തോന്നുന്നു. നമുക്ക് വേണ്ട സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഇതിനുള്ളിൽ തന്നെയുള്ള ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മുടെ പരിപാടി അവസാനിപ്പിച്ചു കേട്ടോ. ഇന്ന് നമ്മൾ കഴിച്ചത് ഫിഷ് ആൻഡ് ചിപ്സ് ആണ്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനം ട്രൈ ചെയ്യുന്നത്. UK വളരെ പോപ്പുലറായി കാണുന്ന ഒരു സംഭവമാണ്. അമ്മ വെച്ച് തന്നിട്ടുള്ള നല്ല ഉപ്പും മുളകും എരിവുള്ള മീൻകറി കൂട്ടി സാധനങ്ങൾ കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു മീൻ പുഴുങ്ങിയതിന് മുകളിൽ കുറച്ച് പെപ്പറും സോൾട്ടും ഇട്ട് കഴിച്ച കാരണം എനിക്കിതിനെപ്പറ്റി പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാനല്ല കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പുതിയ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ പറയാം, ഞാൻ എപ്പോഴും